കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. അച്ഛാ ചിറ്റപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഭയങ്കര പനിയാ. എടേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലേ ഹോസ്പിറ്റലിൽ പോകണം, അപ്പൊ നീ എന്തോന്ന് പറഞ്ഞേ? ചേട്ടൻ പറഞ്ഞ തന്നെ കറക്റ്റ്, ഡോക്ടറെ കണ്ടാലേ ശരിയാവട്ടെ. നീയാണോ ചവിട്ടണേ? ഓ അച്ഛാ, ആഹാ നന്നായിരിക്കും. ഈ വെയിറ്റും വെച്ചോണ്ടാ? അച്ഛൻ ഞാൻ എക്സ്പേർട്ട് ആണ്. എന്തോന്ന് എക്സ്പേർട്ട്? എന്റെ പൊന്നേട്ടാ ഞാൻ കൂടെ ഉണ്ടല്ലോ, പിന്നെ ഇതിന് പേടിക്കുന്നത്, ഞാൻ നോക്കിക്കോളാന്ന്. അതാണ് എന്റെ പേടി. നീ അവനെ വല്ല കുഴിയിലും കൊണ്ട് ചാടിക്കും. അച്ഛാ കുഴി വരുമ്പോ ഞാൻ വെട്ടിച്ചോളാം അച്ഛാ. എങ്ങനെ വെട്ടിക്കും? സൈക്കിളുണ്ട്. നീ ഇറങ്ങി ചുമ്മാ ഞാൻ കൊണ്ടുപോകാൻ മാറാൻ. ഞാൻ ചവിട്ടിക്കോളാം. നീ ചവിട്ടണ്ടാന്ന് ഇറങ്ങി ഇങ്ങോട്ട് മാറി. അച്ഛാ എനിക്ക് പോണ വഴിക്ക് എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ കയറി ബുക്ക് വാങ്ങിക്കണം. എന്തോന്ന് ബുക്ക്? നോട്ട്ബുക്ക് പഠിക്കാനായിട്ട്. ഞാൻ വാങ്ങിക്കാം, നീ സ്ഥലം പറഞ്ഞു തന്നാ. അച്ഛാ അത് തെറ്റിപ്പോകും, ഉള്ളിലോട്ടാണ്. അങ്ങ് ഉള്ളിലോട്ട്. ആ ഉള്ളിലോട്ടാണെങ്കിൽ ഒട്ടും പോണ്ട. അല്ല അടുത്ത് തന്നെ വഴി, അടുത്ത് തന്നെ. എന്തോന്നാടാ പറയണത്? അവൻ അടുത്താന്ന് പറഞ്ഞില്ല ചേട്ടാ, അവനെ വിടണം, അവൻ പോട്ടെ. എവിടെ പോട്ടെ എന്ന്? എനിക്ക് ആശുപത്രി പോണം ചേട്ടാ. അത് അയ്യോ പനി. സൂക്ഷി കൊണ്ടുപോകും. നിനക്കും വയ്യടാ. ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ വരാം. വേണ്ട ചാ, ഞാൻ കൊണ്ടുപോകോളാം. വലിയ വെച്ച് ശരി ശരി ശരി. എടാ നിന്റെ പൈസ വല്ലതും ഉണ്ടോ? എന്റെ പൈസ ഉണ്ട്, 5 രൂപ. ആ പിന്നെ അത് മതി. 5 രൂപ ഡോക്ടറെ കണ്ടോളാം. എടാ ഒരു കാര്യം ചെയ്യും. ഞാനേ അച്ഛനെ കൂടെ നിന്റെ കൂടെ വിടാം. അല്ല അപ്പൊ അച്ഛനും വയ്യ, നിങ്ങൾ രണ്ടുപേരെ കാണിക്കുകയും ചെയ്യാം. എന്റെ ചേട്ടാ അച്ഛന് ഹോമിയോ ആണ്, എനിക്ക് ഹോമിയോ പിടിക്കൂല. എനിക്ക് 5 ഡോക്ടർ തന്നെ കാണണം. ചവിടണേടാ, ഞാൻ നോക്കിക്കോളാന്ന് മോനേടാ. ഇതൊക്കെ കിടന്നു എഴണ്ടാ. ഇല്ല അവൻ ഇത്ര പെട്ടെന്ന് എങ്ങനെ പനി വന്നെന്നാ ഞാൻ ആലോചിക്കുന്നത്. പനിയൊക്കെ ഇപ്പൊ എല്ലാവർക്കും വന്നു പോകണം അച്ഛമ്മ. നിന്റെ അപ്പൂപ്പന് നിന്റെ മരുന്ന് കൊണ്ട് തുമ്മല് കുറവുണ്ട് മക്കളെ, പക്ഷെ ജലദോഷം ശരിക്കും അങ്ങ് മാറുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യണം? അതങ്ങ് ആവി കൊണ്ടാ പോരാ അച്ഛമ്മ. പക്ഷെ ആവി പിടിക്കുന്ന സ്റ്റീമർ കേടായിരിക്കുമോടി? പിന്നെ സ്റ്റീമർ ഒരു പുട്ടോട്ടം എടുത്തിട്ട് വെള്ളം തിളപ്പിച്ച് അങ്ങ് ആവി പിടിച്ചാ പോരെ? മതിയല്ലേ? അച്ഛമ്മ പുട്ടോടം അങ്ങ് എടുത്ത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. പുട്ടുകൂടെ ഒരു പുതിയ പുട്ടുകൂടെ ഉണ്ടായിരുന്നടി, ഇവിടെ മേടിച്ചതുണ്ടായിരുന്നു. അത് ഇവിടെ എങ്ങാണ്ട് വെച്ചിട്ടുണ്ട്. നീ ഇവിടെ ഒന്നും ഇല്ലല്ലോ അച്ഛമ്മ. അച്ഛമ്മ എവിടെ വെച്ച കറക്റ്റ് ആയിട്ട്? ഇവിടെ എങ്ങാണ്ടടി, താഴെയാ. എൻ്റെ അമ്മ. ഓ കിട്ടി. കുറ്റി മാത്രമേ ഉള്ളൂ, കുടം മാറ്റി വെക്കാൻ സാധ്യതയില്ലല്ലോടി. കുടോടെ പോയി കൊടത്തി. എൻ്റെ ദൈവമേ, എൻ്റെ പൈസ. ഒരു സംഭവം തമ്പാൻ ചേട്ടനാന്ന് എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു. ഇതിപ്പോ അങ്ങനെ ശിഷ്യനാന്നൊക്കെ പറയുമ്പോ അവനെ കണ്ടാലും ഒരു അപലക്ഷണമാണ്. എനിക്ക് ധൈര്യം തരേണ്ട ചിറ്റപ്പനാണ് ഈ പറയുന്നത്. ബി കോൺഫിഡന്റ്. ആ ഡ്രില്ലിംഗ് മെഷീൻ വെച്ച് ഡ്രിന്നാക്കും. സംഭവം കഴിഞ്ഞു. എനിക്ക് പേടിയൊന്നുമില്ല, പക്ഷെ എന്റെ പേടി പുട്ടുകൊടുത്തിന്റെ പേരില്ല. ഇത് കണ്ടില്ലേ, അമ്മച്ചി നാളെ എന്നെ കൊല്ലൂലേ? ചിറ്റപ്പ പുട്ടുവിടാൻ കൈ കയറിയപ്പോ ബുദ്ധിയെല്ലാം പോയാ. പൈസ എല്ലാം കൈവെള്ളം മാരി എറിഞ്ഞു കൊടുക്കണം. അധികം പറഞ്ഞു. നീ എന്നെ പോലെ തന്നെ കേട്ടോ എന്റെ ശമ്പളം. പ്രൈവറ്റ് ഓഫ് ഇവ നടക്ക്. താങ്ക് യു. നീ നൂറ്റൊന്നു ചൂട് അല്ലേ ഡ്രില്ലിംഗ് മെഷീൻ കയറ്റുമ്പോ കൈ മുറിഞ്ഞു പോയാലാ? ഞാൻ പോവാ. ഇതിപ്പോ പോലെ ഞാൻ ചുമ്മാ പറഞ്ഞേ. പിന്നെ അല്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാലോ എന്നാണ് ഞാൻ. അങ്ങനൊന്നും ഉണ്ടാകത്തില്ല. കടന്നു അങ്ങോട്ട്. പിന്നെ അല്ല അങ്ങനെ സാഹചര്യം ഉണ്ടാവോ? എക്സ്പീരിയൻസ് ഉള്ളതല്ലേ. ഇട്ടോ ഒടിയൻ കളിക്കാതെ മാറ്റത്. ഇരിക്കുന്നതിനെ കണ്ടോ നീ? അവനാണ് വെട്ടിക്കിളി അമ്മല്. പണ്ട് ഇവന്റെ നിക്കറിനകത്ത് ഞാൻ കുറച്ച് ഐസ് വാരിയിട്ടേന് ഇവന്റെ മൂക്കിടിച്ച് പൊളിച്ചതാ. ഇവന്റെ അടുത്ത് ഞാൻ തർക്കം കൊണ്ടുവന്നേ. ബാ ലോ കിളിയ ചേട്ടാ. കിളി ഞാനാ. എടാ സുമേഷ, ഇതെന്താ ചേട്ടാ അങ്ങനെ പിടിക്കല്ലേ, വേദനിക്കൂടാ. കുടുങ്ങിപ്പോയി. നീ എന്തിനാ ചക്കരക്കുടത്തിൽ നീ കൈയിടല്ല സുമേഷ? കിളി ചുമ്മാ കളിക്കാൻ നിൽക്കരുത്, ഞാൻ വെച്ച് ഇടിച്ച് കയറ്റി തരും കേട്ടോ. എടാ നീ ഇതൊന്ന് കട്ട് ചെയ്ത് തരണം. താട്ടയല്ല, എടാ ഇത് കട്ട് ചെയ്യണോന്ന്. നിനക്ക് പണിയെല്ലാം അറിയാമോ ഇതിനാ? പിന്നെ നീ എത്ര നാളായി പണി കയറിയിട്ട്? എടാ നീ എനിക്ക് വേറെ പണി മേടിച്ചു തരാൻ വന്നാണോ? അല്ല, നീ ഇത് കട്ട് ചെയ്യണം. നീ അങ്ങനെ വലിക്കല്ലടാ കിളി. വേറെ പണിയുണ്ട് നമുക്ക്. ഇത് വെച്ചൊരു കളി കളിക്കാം. മുറിക്കാം, കട്ട് ചെയ്തോളെ. അല്ല വേറെ അല്ല ഇത് വെച്ച് കട്ട് ചെയ്യണ്ട, വേറെ ഒന്നും കട്ട് ചെയ്യല്ലേ? ഇത് ചുമ്മാ കണ്ണടച്ച് കൊടുക്കുമ്പോഴേക്കും ഞാൻ റെഡി ആക്കി തരാം.
നീ കുറച്ച് നീ സമാനപ്പെടുന്നില്ല നീട്ടാ. കണ്ണടച്ചോ. എടാ നീ എന്താ കണ്ടടിക്കുന്നേ? എടാ എനിക്കും പേടിയാടാ, അത് ഞാനും ആദ്യമായിട്ട് ചെയ്യല്ലേ. ഒരു ഉറുമ്പടിക്കുന്ന വേന കാണും. എടാ എവന് പേടിയാന്ന്. എടാ എന്റെ പൊന്നുകിളി ഞാൻ പറഞ്ഞു കണ്ട് നിന്നോട് പഠിച്ചോണ്ടിരുന്നപ്പം ഞാൻ നിന്റെ ഉച്ചക്ക് ചൂടെടുക്കുന്ന പറഞ്ഞപ്പം തണുക്കാൻ വേണ്ടിയില്ലടാ ഞാൻ നിൽക്കുന്നതിനകത്ത് ഐസ് വാരിയിട്ടാണ്. എടാ അതൊന്നും ഞാൻ മറന്നിട്ടില്ല, നീ അടങ്ങി നില്ല, കൈ മുറിഞ്ഞു പോകും. എന്റെ പൊന്നുകിളി മുറിക്കരുത്. നീ